സാലറിഡ് എംപ്ലോയീസ് കാണിക്കേണ്ട ടാക്സ് ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നിലയിൽ ടാക്സ് എക്സംഷൻ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 1-2 ബെസ്റ്റ് പ്രാക്ടീസസ് പറയാൻ പറ്റും? മെയിനായിട്ട് നമ്മളത് ടാക്സ് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മാക്സിമം ബെനിഫിറ്റ് എടുത്തിട്ട് ATCയിലും അല്ലെങ്കിൽ ചാപ്റ്റർ 6 കുറേ ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ആ ഡിഡക്ഷൻസിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഏതൊക്കെയാണ്, അപ്പം അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് മാക്സിമം ബെനിഫിറ്റ് എടുത്തതിന് മാത്രം ശേഷമേ അടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ടാക്സ് ഫ്രീ എന്ന് പറയുന്ന ഒരു ടാക്സ് സേവിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകരുത്. അതിന് പകരമായി ഒരു മാക്സിമം നമുക്ക് എത്രയാണ് ബെനിഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇനി എത്ര കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകാവുള്ളൂ. പിന്നെ മാക്സിമം എടുക്കുക, അതായതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ 1.5 lakhs ATC പറയുന്നുണ്ട് ഒരു ഡിഡക്ഷൻ ആയിട്ട്. അപ്പം മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോവുക, ടാക്സ് സേവിങ് കിട്ടുന്ന രീതിയിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോവുക. പിന്നെ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ടാക്സ് ഒരു എംപ്ലോയർ സാലറി സ്ട്രക്ചർ ചെയ്യുമ്പോൾ കുറച്ച് എക്സംപ്റ്റഡ് അലവൻസസ് ഉണ്ട്, ലൈക്ക് യൂണിഫോം അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, അങ്ങനെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, അങ്ങനെ കുറേ അലവൻസസ് നമ്മുടെ സാലറിയുടെ ഭാഗമായി ഇൻകം ടാക്സ് പറയുന്നുണ്ട്. എംപ്ലോയർ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പം എംപ്ലോയറുമായിട്ടുള്ള നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സാലറി ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ അലവൻസസ് ഒക്കെ നമ്മുടെ സാലറിയുടെ ഫോം പാർട്ടാണോ എന്ന് വരുത്തുക, അങ്ങനെ ഒരു കൺഫർമേഷൻ നമ്മൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് സാലറി സ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റും.